ബിഗ് ബോസിന്റെ അടി മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ബിഗ് ബോസിന് പുറത്ത് കിടക്കുന്ന അടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഇതാ കാണാം. ഒരു കഴുകനെ കുറിച്ച് പറയാനാ. കഴുകനെ കുറിച്ച് ആരെന്നറിയാമോ? ഓരോ കണ്ടസ്റ്റൻസിന്റെയും ജീവിതം വെച്ച് വൃത്തികെട്ട രീതിയിൽ വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കി തിന്നോണ്ടിരിക്കുന്ന മാംസം തിന്നിയായ ഒരുത്തൻ. മാംസം തിന്നി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഈ പറയുന്ന രേവതി എന്ന് പറയുന്നത് ബിഗ് ബോസിനെ കുറിച്ചുള്ള റിവ്യൂ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ്. ഓക്കെ, പുള്ളിക്കാരി അത്യാവശ്യം ഇത്ര വർഷങ്ങളുണ്ട് ഈ പറയുന്ന ഓരോ വർഷമുള്ള ബിഗ് ബോസിനെ കുറിച്ച് റിവ്യൂ ഇടുന്ന ഒരു ചാനലുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന രേവതി എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു വ്യക്തിയാണ് ഇവിടെ ഞാൻ കൊടുത്തേക്കും, രാജാസ് ടോക്സ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനുണ്ട്. ഓക്കെ, പുള്ളിക്കാരൻ്റെ ആയിട്ടുള്ള രീതിയിലും ശൈലിയിലും പുള്ളിക്കാരൻ റിവ്യൂ ചെയ്യുന്നതാണ് ബിഗ് ബോസിലുള്ള ആൾക്കാരെ റിവ്യൂ ചെയ്തിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പൊ രണ്ട് റിവ്യൂവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അവരെ സൈബർ ബുള്ളിങ്ങിലേക്ക് ഇട്ടുകൊടുക്കുന്ന, അവരെ പിച്ച് ചീന്തുന്ന, അവരുടെ കുടുംബത്തിനെ ദുഃഖക്കടലിലേക്ക് എഴുതി തള്ളുന്ന പച്ച മാംസം തിന്നുന്ന ഒരുത്തനുണ്ട്. അതിന്റെ പേരാണ് രാജപ്പൻ. രാജപ്പനെ ഞാൻ വിളിക്കുള്ളൂ. എന്താണെന്നറിയാമോ സംഭവം? എന്തൊക്കെയായി നടക്കുന്നത്? ഷാനവാസിന് ഹൃദയാഘാതമാണോ, ഹാർട്ട് അറ്റാക്ക്? കൺഫ്യൂഷൻ റൂമിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട്. ഷാനവാസിന് ഹൃദയാഘാതമാണോ എന്നൊക്കെയുള്ള ഇതിൽ ചേച്ചി ചോദിച്ചു. ചേച്ചി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്കാരന് ഹൃദയാഘാതമാണെന്ന് ചേച്ചി വിലയിരുത്തിയെന്ന് എനിക്കറിയത്തില്ല. കാരണം നിവിനും ഈ പറയുന്ന ഷാനവാസും തമ്മിൽ ചെറിയൊരു ഉന്തുതള്ളലുണ്ടായിരുന്നു. ഓക്കെ, ഒരു പാല് പ്രൊമോലുകൾ കണ്ടിട്ടുണ്ടാവും. ഈ പാലെടുത്തെറിഞ്ഞ് പൊട്ടിച്ചിട്ട് ദേഹത്തൊക്കെ എടുത്തെറിഞ്ഞു കൊടുക്കുകയും പൊട്ടിച്ച് വീതി കൊടുക്കുകയും ചെയ്യുന്നു. ഓക്കെ, 2 കവറ് പാലുണ്ടായിരുന്നു. ഒരു കവറ് പാലാണ് പൊട്ടിച്ച് ദേഹത്ത് വീഴുന്നത്. ഒരു കവറ് പാലെടുത്ത് ഇങ്ങനെ എടുത്ത് എറിഞ്ഞു കൊടുത്തു. അത് പുള്ളിക്കാരൻ നെഞ്ചിലാവുന്ന കൊണ്ടുപോകാം. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരാളുടെ ദേഹത്ത് നെഞ്ചിൽ നിന്ന് കൊള്ളുമ്പോൾ തീർച്ചയായിട്ടും പുള്ളിക്കാരൻ എന്താണ്, അത് പുള്ളിക്കാരൻ അതിൻ്റെതായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അതിനെയാണ് ഈ രേവതിയുടെ ശൈലിയിൽ രേവതിയുടെ ഉള്ള രീതിയിലും പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? നമ്മള് നിവിൻ എടുത്തിട്ട് ആ ഒരു പാലിന്റെ കവർ എടുത്തിട്ട് എറിഞ്ഞു. ഷാനവാസിന്റെ നെഞ്ചത്ത് എന്തോ ആണ് എറിഞ്ഞല്ല, ഇങ്ങനെ ഇട്ടപ്പോ തന്നെ പുള്ളിക്കാരൻ അവിടെ വീഴേ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരാൾ എങ്ങനെ ടാസ്കുകളൊക്കെ കളിക്കുക എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കര അൺഫിറ്റ് ആയിട്ട് തോന്നുന്നുണ്ട് ഷാനവാസിനെ, ഭയങ്കര അൺഫിറ്റ് ആയിട്ട്. പറയുന്ന രാജാസ് ടോക്സ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ അടുത്ത് ഷാനവാസിനെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്ത തരത്തിലാണ് ഈ രേവതി വീഡിയോ ഇട്ടിരിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞ് പുള്ളിക്കാരന്റെ ചാനൽ ഇടുകയും ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടാണ്. ഈ പറയുന്ന നിഷ്പക്ഷ റിവ്യൂവറെ പറ്റി വന്നിട്ടുണ്ട്. അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, പോയി നോക്ക്. വയ്യാതെ പുള്ളിക്ക് ഇത്രയും വലിയൊരു അറ്റാക്ക്, പുള്ളി ഹോസ്പിറ്റലിൽ പോകുന്നത് അതിനെ ഹാസ്യവൽക്കരിക്കുകയാണ്. അതിന് പുള്ളി കാണിച്ചത് പുള്ളി ഡ്രാമ എന്ന ഇവര് പറയുന്നത് അവിടെ ഇരുന്നുണ്ട്. ഒരു ഉളുപ്പുണ്ടോ ശ്രീയ നിങ്ങൾക്ക്? അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം, ഒരുപാട് വീഡിയോ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കോപ്പിറൈറ്റ് ആരും തരല്ലേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോ ഇതിലൊരു കാര്യം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അത് കണ്ടത് ആ കണ്ണിലൂടെയാണ്. ഓക്കെ, നമുക്ക് ഒരു കാര്യത്തിനെ 2 രീതിയിൽ കാണാം, പോസിറ്റീവായിട്ടും കാണാം, അതിന് നെഗറ്റീവായിട്ടും കാണാം. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. ഓക്കെ, അപ്പൊ പുള്ളിക്കാരൻ അത് കണ്ടത് ഈ പറയുന്ന രേവതി ഈ ഷാനവാസിനെ പരിഹസിച്ചു എന്നുള്ള തരത്തിലേക്കാണ് അത് കണ്ടത്. ഓക്കെ, അപ്പോ എനിക്കങ്ങനെ തോന്നുന്നില്ല ഷാനവാസിനെ പരിഹസിക്കേണ്ട കാര്യമുണ്ടോ ഈ പറയുന്ന രേവതിക്ക്. എനിക്ക് തോന്നുന്നില്ല. അവരങ്ങനെ കാണാൻ യാതൊരു സാധ്യതയുമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇത് ആരുടെയും പക്ഷം പിടിച്ച് പറയുന്നതാണ് നിങ്ങൾ ചിന്തിക്കരുത്. ഓക്കെ, ഈ വീഡിയോ ശരിക്കും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 2 കവറ് പാലുണ്ടായിരുന്നു. ഒരു കവറ് പാല് പൊട്ടി ഷാനവാസിന്റെ ദേഹത്ത് വിത്തി കൊടുത്തു. ഒരു കവറ് എടുത്തെറിഞ്ഞു കൊടുത്തു. നമ്മളൊരു മനസ്സിലാക്കേണ്ടത്, ഈ പാല് നടന്ന് ഒരു കവർ പോലെയൊക്കെ സ്പോഞ്ചിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ നെഞ്ചിലെടുത്ത് എറിയും, നമ്മുടെ നെഞ്ചിലെറി നമുക്ക് വേദന എടുക്കും. മനസ്സിലായോ? നമ്മൾ വിചാരിക്കും പോലെയല്ല, നമ്മുടെ ഷോൾഡറിലോ ഇവിടെ തട്ടുന്ന പോലെയല്ല, നമ്മുടെ ചെസ്റ്റ് ഭാഗത്ത് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഹാർട്ട് ഏതാണ്ടൊക്കെ ഇരിക്കുന്ന വശത്ത് തട്ടുമ്പോൾ അത് കൊള്ളുമ്പോൾ തീർച്ചയായിട്ടും അത് വേദന എടുക്കും, ഒന്ന് ഈ കണ്ടീഷനിലുള്ള ഒരാളാവുമ്പോൾ. മനസ്സിലായില്ലേ? രേവതി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അത് എറിഞ്ഞതല്ല, ചുമ്മാ എടുത്ത് ഇട്ടുകൊടുത്തതാണെന്ന്. അത് ചുമ്മാ എടുത്ത് ഇട്ടുകൊടുത്തല്ല, അത് എറിഞ്ഞത് തന്നെയാണ്. ഞാൻ കണ്ടത് അങ്ങനെയാണ് കേട്ടോ. അത് ചിലപ്പം ആ ചേച്ചി ചിലപ്പോൾ അങ്ങനെ തോന്നിയത് അവരുടെ കാഴ്ചപ്പാടായിരിക്കാം. ഓക്കെ, രേവതി പുള്ളിക്കാരനെ അല്ലെങ്കിൽ ഈ പറയുന്ന ഷാനവാസിനെ പരിഹസിക്കുകയും, കാരണം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോകുമ്പോൾ പുള്ളിക്കാരനെ പരിഹസിച്ചു എന്നുള്ള തരത്തിലേക്ക് പുള്ളിക്കാരൻ പറഞ്ഞു തന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ഷാനവാസിൻ ഇതൊരു അഭിനയമാണെന്നും ഒക്കെ തരത്തിലേക്ക് ഈ പറയുന്ന രേവതി പറഞ്ഞു എന്നും പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അവരെ ആക്കുന്നതാണ്, ഷാനവാസിനെ ആക്കുന്നതാണ്. ഷാനവാസ് അവിടെ ഡ്രാമ കളിച്ചെന്ന് പറഞ്ഞു ഫലിപ്പിക്കുകയാണ്.
അവർ പറയുന്നറിയാമോ, അയ്യോ ഇത്രയും അൺഫിറ്റഡ് ഉള്ള ആളായിരുന്നു, ഞാൻ അറിഞ്ഞില്ല, സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ല, അവര് ബോൾ അറിഞ്ഞപ്പോ കുഴപ്പമില്ലായിരുന്നല്ലോ. കൂടുതൽ സംഭവം വീഡിയോ ഉണ്ട്, അത് കാണിക്കാൻ പറ്റില്ല, ഞാൻ ഈ പറയുന്നത്. അങ്ങനെയും പറയുന്നുണ്ട്. കാരണം അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ഇത്രയധികം സ്ട്രോങ്ങും നല്ല മീശയും നല്ല സ്ട്രോങ് ആയിട്ട് അവർക്ക് തോന്നി. കണ്ണ് നോക്കി നിസ്സാരം പോലെ ഒരു പാലിന്റെ ഒരു കവർ വന്നപ്പോ ഷാനവാസ് താഴെ വീഴുന്നു, കുഴഞ്ഞു വീഴുന്നു. അവര് ഇപ്പൊ സ്വാഭാവികമായിട്ട് അവർ ഞെട്ടി ചോദിച്ചതായിരിക്കാം. കാരണം ഇത്രയും സ്ട്രോങ് ആയിട്ട് നമ്മൾ കാണുമ്പോൾ അറിയില്ലേ ഷാനവാസിനെ കാണുമ്പോൾ അത്യാവശ്യം നല്ല പവർ ആയിട്ടുള്ള ഒരാളായിട്ട് തോന്നുന്നു. നമുക്ക് നിസ്സാരം ഒരു പാൽ കവർ എടുത്ത് എറിഞ്ഞപ്പോൾ സംഭവം എന്ത് ചെയ്തു, ഷാനവാസ് താ വീഴുന്നു, കൺഫ്യൂഷൻ റൂമിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയിലേക്ക് ആയി. പുള്ളിക്കാരൻ അറ്റാക്ക് കഴിയുന്നതാണ്. അപ്പോ ഇവര് ആ ഷോക്കിന്റെ ഇതിലാണ് ചോദിച്ചത്, മനസ്സിലായ? അത് നമുക്ക് വേണം, അത് എങ്ങനെ രീതിയിൽ, ഏത് രീതിയിൽ വേണം നമുക്ക് അത് എടുക്കാം പല ആൾക്കാർക്കും. എനിക്ക് പക്ഷെ അത് കണ്ടപ്പോൾ അത് പരിഹസിക്കുന്ന ഒരു രീതിയിൽ തോന്നില്ല, ഒരു ഞെട്ടലോടെയാണ് അവരത് പറഞ്ഞത്. അത് അവരുടെ രീതിയാണ്. ഇപ്പം ഈ രേവതി എന്നുള്ള അവർ സംസാരിക്കുന്ന ശൈലി രീതി അങ്ങനെയാണ്, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈ പറയുന്ന രാജ സ്റ്റോക്ക് എന്ന് പറയുന്ന പുള്ളിക്കാരൻ എടുത്തത്, അത് അവരെ ഈ പറയുന്ന ഷാനവാസിനെ പരിഹസിച്ചു, കളിയാക്കി എന്നുള്ള തരത്തിലേക്കാണ് രേവതി എടുത്തി എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരന്റെ ചാനലിൽ പുള്ളിക്കാരൻ വീഡിയോ ഇട്ടത്. അപ്പം ഈ വീഡിയോ ഇട്ടതിന്റെ ഈ വീഡിയോയുടെ താഴെ തന്നെ ഒരുപാട് കമന്റുകൾ ഈ പറയുന്ന രേവതിക്കെതിരെ മോശമായിട്ടുള്ള ഒരുപാട് കമന്റുകൾ വന്നു. അപ്പൊ അങ്ങനെയാണ് ഈ രേവതിക്ക് ഇത്രയധികം ദേഷ്യവും ഈ തമ്മിലുള്ള ഫൈറ്റിന് ഒരു കാരണം. ഇവര് ഇഷ്ടം പോലെ വീഡിയോ മാറി തിരിഞ്ഞ് ഇട്ടിട്ടുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇട്ടിട്ടുണ്ട്. കാര്യം വേറൊന്നുമില്ല, ഇവർ രണ്ടുപേരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പുണ്യപ്രവൃത്തിയൊന്നുമില്ല. അതായത് ഈ പറയുന്ന രാജ സ്റ്റോക്സ് ആയിരുന്നാലും ഈ രേവതി ആയിരുന്നാലും, രേവതിക്ക് ഒരു ചാനലുണ്ട്, മല്ലു, ബിഗ് ബോസ് മല്ലു എന്താണ് സംഭവം, ഞാനത് ഇവിടെ കൊടുത്തേക്കാം ചാനലിന്റെ പേര്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ അത്യാവശ്യം ലെങ്ത് ഉള്ള പേരാണ്. ഇവർ രണ്ടുപേരും നാടിന്റെ നന്മയ്ക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന സമൂഹത്തിന്റെ നന്മയ്ക്കോ ഒന്നും അല്ല ചെയ്യുന്നത്. ഇവർ അവരവർക്ക് വേണ്ടി ചെയ്യുന്നതാണ്, അവർക്ക് കാശിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതൊരു നമ്മുടെ നാട്ടുകാർക്ക് ഞാൻ കുത്തിയിരുന്ന് കാണിച്ചു കൊടുത്തിട്ട് നാട്ടുകാർ ഗുണം കിട്ടണമെന്നതിൽ ചെയ്യുന്നതല്ല. ഞാനായിരുന്നാലും ഈ പറയുന്ന ഈ രണ്ടുപേരായിരുന്നാലും പല ആൾക്കാരായിരുന്നാലും ഓക്കെ, എല്ലാവർക്കും അവരോട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന രാജ സ്റ്റോക്സ് അവരുടെ നേട്ടത്തിന് വേണ്ടി ചെയ്തു. പിന്നെ ഈ പറയുന്ന രേവതിയുടെ നേട്ടത്തിന് വേണ്ടി റിവ്യൂ ചെയ്യുമ്പോൾ അതിനുള്ള വരുമാനം കിട്ടും, മനസ്സിലായില്ലേ? പല ആൾക്കാരെയും പല നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പല ആൾക്കാരെയും ബലി കൊടുത്തിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, അപ്പൊ ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അതാണ് രേവതി തുടക്കത്തിൽ പറഞ്ഞ എന്താണ്, പല ആൾക്കാരെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുന്നു. കാരണം രേവതിയെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്താണ് എനിക്കും തോന്നിയത്. അപ്പൊ ഇതാണ് ഇന്ന് ബിഗ് ബോസിന് പുറത്ത് നടക്കുന്ന ഏറ്റവും വലിയ അടി. അപ്പൊ ഞാനിരുന്ന് ആലോചിച്ചൊരു കാര്യം എന്നറിയാമോ, അതായത് ഇവര് രണ്ടുപേരും റിവ്യൂ ചെയ്യുമ്പോൾ ഇങ്ങനെ കിടന്ന് അടിക്കുന്നതിന്റെ കാര്യമുണ്ടോ, അങ്ങനെ കിടന്ന് അടിക്കേണ്ട കാര്യമുണ്ടോ, നിസ്സാര കാര്യത്തിനൊക്കെ അടികൾ കൂടുന്നു എന്നൊക്കെ പറയുന്നവരാണ്. ഈ ഒരു കാര്യം വന്നപ്പോ രണ്ടുപേരും കൂടി മാറി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി, മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ സംഭവം. ഇവിടെ പുറത്തൊരു ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു മൈക്കും കരിയൊക്കെ ഉണ്ട്, പക്ഷെ ഈ തൂക്കിയിടുന്ന മൈക്കല്ലെന്നേ ഉള്ളൂ. പക്ഷെ അവർ ബിഗ് ബോസ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ബിഗ് ബോസ് ഹൗസിനാണെന്നുള്ള രീതിയിൽ രണ്ടുപേരും ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. തമാശ പറഞ്ഞാണ്. പക്ഷെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോ കമന്റ് ആയിട്ട് ഇടുക. താങ്ക് ഗൈസ്. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, കാണുന്ന ആൾക്കാരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. പറ്റുന്ന ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഗൈസ്, ലവ് യു ഗൈസ്.